നമ്മുടെ ഈ പ്രകൃതി പ്രതിഭാസമായിട്ടുള്ള എൽനിനോ നമ്മളിപ്പോൾ അത് കേൾക്കുകയാണ്. എൽനിനോയുടെ ഫലമായിട്ടാണ് നമുക്ക് മഴ ലഭ്യത കുറവ് എന്നാണ് നമ്മൾ പൊതുവെ കേൾക്കുന്നത്. അപ്പോൾ ഈ എൽനിനോ ഇപ്പോൾ സൂപ്പർ എൽനിനോ എന്ന രീതിയിലേക്ക് മാറാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പൊതുവിൽ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ സൂപ്പർ എൽനിനോ വരുമ്പോൾ രാജ്യം അതിനെ എങ്ങനെ ഇതിനെ എന്താ പറയുക, ആ സാഹചര്യത്തെ എങ്ങനെ നമ്മൾ നേരിടും? എന്താണ് ആ സാഹചര്യം? വലിയ പ്രശ്നമാകും. ഇപ്പം തന്നെ ദുരിതമാണ്. അപ്പോൾ ഇനി സൂപ്പർ എൽനിനോയും കൂടി വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആദ്യം എന്താണ് ഈ എൽനിനോ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതെ, ഇപ്പോൾ എൽനിനോ അതിൻ്റെ മെയിൻ വില്ലൻ പസഫിക് സമുദ്രമാണ്. ഈ പസഫിക് സമുദ്രത്തിൽ ഭൂമധ്യരേഖ കടന്നു പോകുന്ന മേഖലയിൽ ചൂട് വർദ്ധിക്കുന്നതാണ് എൽനിനോയ്ക്ക് കാരണം. അപ്പോൾ ചൂട് വർദ്ധിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഭൂമിയെ ചുറ്റിയുള്ള കാറ്റ്, അതിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കാണ് കാറ്റ് നീങ്ങുന്നത്. അത് ദുർബലപ്പെടുന്നു. അപ്പോൾ ആ കാറ്റ് ദുർബലപ്പെടാൻ കാരണം അന്തരീക്ഷ മർദ്ദ വ്യത്യാസമോ മറ്റു പല കാരണങ്ങളും പ്രകൃതിദത്തമായ കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുക. ആ കാറ്റ് ദുർബലമാകുമ്പോൾ പടിഞ്ഞാറ് നിന്ന് ചൂടുവെള്ളം കിഴക്കോട്ട് ഒഴുകുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഈ പസഫിക് സമുദ്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ മേഖലയിലുള്ള, അതായത് നമ്മുടെ ഇന്ത്യൻ സമുദ്ര മേഖലയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ കിഴക്ക് ഭാഗത്തുള്ള പ്രദേശത്തെ ചൂടുവെള്ളവും കൂടി അങ്ങോട്ട് ഒഴുകി പോകും. നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ടല്ലോ, ഈ ചൂട് നീരാവി ഉണ്ടായി മേളിലോട്ട് പൊങ്ങിയാലല്ലേ കാർമേഘങ്ങൾ രൂപപ്പെടുള്ളൂ. അപ്പൊ നമ്മുടെ സമുദ്ര മേഖലയിലുള്ള ചൂടുവെള്ളം കൂടി അങ്ങോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ കാർമേഘങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത ദുർബലപ്പെട്ട് വരുന്നു. ബേസിക്കലി ഇതാണ് മഴ കുറയാനുള്ള കാരണം. അപ്പൊ നമുക്കിവിടെ കാർമേഘം ഉരുണ്ടുകൂടുന്നത് കുറയുന്നു. ഇപ്പോൾ നമുക്കിവിടെ മഴ കുറയുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ അമേരിക്കൻ ഉപഭൂഖണ്ഡത്തിൽ വലിയ മഴയാണ് ഉണ്ടാകുന്നത്. ഒരു സ്ഥലത്ത് ഇത് എൽനിനോ പ്രതിഭാസം കൊണ്ട് ഒരു സ്ഥലത്ത് ഇതേപോലെയുള്ള പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ അതിന്റെ മറുപുറത്ത് വലിയ മഴയോ പേമാരിയോ ഒക്കെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അവിടെ മറുവശത്ത് മഴ കിട്ടും. അപ്പോൾ എന്താണ് ഈ എൽനിനോ എന്ന് പറഞ്ഞാൽ, ഈ പസഫിക് സമുദ്രത്തിന്റെ ആ മേഖലയിൽ 0.5 മുതൽ 1.5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നാലാണ്, നമ്മളെ സംബന്ധിച്ച് അത് വളരെ ചെറിയ ഒരു ഇതാണ്, അതിനെയാണ് നമ്മൾ എൽനിനോ എന്ന് പറയുക. ഇപ്പൊ ഇനി വരുന്ന ഒക്ടോബർ മുതൽ ഏതാണ്ട് അടുത്ത ജനുവരി വരെയുള്ള സമയത്ത് ഈ താപനില 2 ഡിഗ്രി സെൽഷ്യസിന് മുകളിലോട്ട് ഉയരും എന്ന് പറയപ്പെടുന്നു. അല്ലെങ്കിൽ അങ്ങനെയാണ് നിഗമനം. അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പോഴത്തെ സ്ഥിതി കുറെ കൂടി ഗൗരവതരമാവും. അപ്പോൾ ആ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ സൂപ്പർ എൽനിനോ എന്ന് പറയുന്നത്. ഇപ്പോ ഈ എൽനിനോ എന്ന് പറയുന്ന ഒരു സൈക്ലിക്കൽ പ്രോസസ്സാണ്. 2 മുതൽ 7 വർഷം വരെയുള്ള ഇടവേളകൾ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു കാലാവസ്ഥ പ്രതിഭാസം ഇപ്പോഴല്ല, പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഈ സൂപ്പർ എൽനിനോ എന്ന് പറയുന്നത് 97-ലും 2015-ലും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതേ സമാനമായ ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അന്ന് എങ്ങനെ മഴക്കുറവ് ഭയങ്കരമായിരുന്നു? അതെ, അന്ന് വേനൽ, അതികഠിനമായ വേനൽ, അല്ലെങ്കിൽ ഇത് മഴ കുറയുന്നതിനേക്കാൾ പ്രശ്നം ചൂടാണ്. അതിനുശേഷം വരുന്ന വേനൽക്കാലം നമുക്ക് അതിജീവിക്കാൻ പറ്റില്ല. കാര്യം ജലസംഭരണികളിലൊക്കെ വെള്ളം കുറവാണല്ലോ. മഴ കുറഞ്ഞത് നമ്മളെ നേരിട്ട് വലിയ പ്രശ്നമില്ല. വൈദ്യുതി പ്രതിസന്ധി ഒഴിച്ചാൽ ജീവിതം സുഗമമാണ്. കുറച്ചുകൂടി പ്രകൃതി ദുരന്തങ്ങൾ കുറഞ്ഞിരിക്കുന്ന സമയമാണെന്ന് വേണമെങ്കിൽ പറയാം. മഴ കുറവാണല്ലോ, ഉരുൾപൊട്ടല് അതേപോലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയാം. പക്ഷെ പ്രശ്നം ആ സമയത്തോട്ട് നമ്മൾ ഊർജ്ജ പ്രതിസന്ധി നേരിടുന്നു, കുടിവെള്ള പ്രശ്നങ്ങൾ നേരിടുന്നു, കിണറുകളൊക്കെ പറ്റും. ഇത് ഇവിടുത്തെ കാര്യം. ഇനിയും ഒരു പ്രശ്നമുള്ളത് നമ്മുടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ രൂക്ഷത അനുഭവിക്കാൻ പോകുന്നത്. അവിടെ വലിയ രീതിയിൽ മഴക്കുറവ് ഉള്ളത് കൊണ്ട് അവിടെ ഈ കാർഷിക കലണ്ടർ തന്നെ മാറി. ഈ ഖാരിഫ് വിളകൾ എന്നാ പറയുക, മഴയെ അധിഷ്ഠിതമാക്കി നടത്തുന്ന വിളകൾ, അത് നെല്ല്, ചില എണ്ണക്കുരുക്കള്, അതേപോലുള്ള സംഗതികളുടെയൊക്കെ പിന്നെ അതിന്റെ കൃഷിയും അതിന്റെ വിളവെടുപ്പും എല്ലാം വലിയ രീതിയിൽ ബാധിക്കപ്പെടും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിലെ സാഹചര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ മൺസൂൺ, ഇതാണല്ലോ നമ്മൾ കാലവർഷം എന്ന് പറയുക. അപ്പൊ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ, അതായത് നമ്മൾ കാലങ്ങളായിട്ടുള്ള നമ്മുടെ ആവറേജ് വെച്ച് നോക്കുമ്പോൾ മൊത്തം കിട്ടേണ്ട മഴയുടെ 90% മാത്രമേ ഇത്തവണ കിട്ടുള്ളൂ. 10% കുറയും എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്തെ മൊത്തം നോക്കുമ്പോൾ 111 പ്രധാന കാർഷിക ജില്ലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതില് 69 സ്ഥലത്തും മഴ കുറവാണ് നിലവില്. അപ്പോൾ ഈ പറയുന്ന പോലെ ഖാരിഫ് വിളകൾ, അതിപ്പോൾ നെല്ലായാലും ശരി, പയറുവർഗ്ഗങ്ങളായാലും ശരി, എണ്ണക്കുരു, അതെല്ലാം അതിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഇനി ഈ മഴയൊക്കെ പെയ്യുന്നതിൻ്റെ ഇടയിലും വലിയ രീതിയിലുള്ള വെയിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ 3 ഡിഗ്രി സെൽഷ്യസ് മുതൽ
5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കൂടി. ഇപ്പം നമ്മൾ വേനൽക്കാലത്തൊക്കെ പാലക്കാട് 40 ഡിഗ്രിക്ക് മുകളിൽ താപനില രേഖപ്പെടുത്തി വലിയ വാർത്തയാകാറുണ്ട്. അതേപോലെ മഴക്കാലത്തും ചില ദിവസങ്ങളിൽ അനിയന്ത്രിതമായ ചൂട് അനുഭവപ്പെടുന്നു. ഇതും തീർന്നില്ല. ഇപ്പോൾ ഈ മഴ മൺസൂൺ സമയമായിട്ട് പോലും നമ്മുടെ രാജ്യത്ത് പീക്ക് പീരീഡിലുള്ള വൈദ്യുതി ഉപഭോഗം, അതായത് വൈകിട്ട് 6 മുതൽ 11 മണി വരെ 240 ജിഗാവാട്ട് അളവിലേക്ക് എത്തി. അത് ഒരു അസാധാരണ റെക്കോർഡാണ്. ഇപ്പൊ രാജ്യം ഇപ്പൊ അഭിമുഖീകരിക്കുന്നത് ഇത് മീറ്റപ്പ് ചെയ്യാൻ ഇപ്പൊ പറ്റുന്നില്ല. ഇപ്പൊ കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പവർ കട്ടിനെ കുറിച്ച് മാത്രമാണല്ലോ നമ്മൾ പറയുന്നത്. കേരളത്തിൽ മാത്രമല്ല, വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒക്കെ പവർ കട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതിന്റെ കാരണം ഇതാണ്. വൈദ്യുതി ഉൽപാദനം, ജലവൈദ്യുത പദ്ധതികൾ ഏതാണ്ട് പലയിടത്തും പ്രതിസന്ധിയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നമുക്കൊരു ആശ്വസിക്കാൻ, ഒരു പ്രതീക്ഷയ്ക്കൊരു വകയുണ്ട്. അത് ഇന്ത്യൻ ഓഷ്യൻ ഡിക്പോൾ എന്ന് പറയുക, IOD എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നതാണ്. ഞാനീ പറഞ്ഞു, നമ്മുടെ ഇപ്പോൾ ഇന്ത്യയുടെ ഭൂപടം എടുത്ത് നോക്കിയാൽ കേരളം, തമിഴ്നാട് 2 കടലുണ്ട്. ഒന്ന് നമ്മുടെ പടിഞ്ഞാറ് വശത്തുള്ള അറബിക്കടൽ, കിഴക്ക് വശത്തുള്ള ബംഗാൾ ഉൾക്കടൽ. ഈ പസഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ എൽനിനോയുടെ പ്രതിഭാസം അത് ഉണ്ടാകുന്നത് നമ്മുടെ ബംഗാൾ ഉൾക്കടൽ ആ ഭാഗത്തോട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നേരെ ഇപ്പുറത്ത് വശത്ത്, അതായത് നമ്മുടെ അറബിക്കടൽ ആ ഉൾപ്പെടുന്ന മേഖലയിൽ അവിടെ ഈ സമുദ്രത്തിലെ താപനില അല്പം ഉയരാൻ സാധ്യതയുണ്ട്. പ്രകൃതിദത്തമായ ഒരു എന്താ പറയുക പ്രതിപ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത്, അതായത് തമിഴ്നാട് അതേപോലുള്ള പ്രദേശങ്ങളിൽ ഈ എൽനിനോടെ പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ പരിഹരിക്കാനായിട്ട് ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് മഴക്കാർ കയറി വരും. അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് മഴ ലഭ്യത ഉറപ്പാക്കാം. ഇനിയും കഴിഞ്ഞില്ല. ഇപ്പൊ എൽനിനോ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ ഇടയിൽ ചില ഒറ്റപ്പെട്ട കനത്ത മഴകൾ ഉണ്ടാകും. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് മേഘവിസ്ഫോടനം പോലെയുള്ള പ്രശ്നങ്ങൾ മുമ്പ് നമ്മുടെ വാർത്തകളിൽ ഓർമ്മയുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമ്മുടെ ചെന്നൈയിലൊക്കെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാരണം ഇതാണ്. ഈ എൽനിനോയുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ ഒറ്റപ്പെട്ട കനത്ത മഴ, നമ്മൾ പ്രതീക്ഷിക്കാതെ നനച്ചിരിക്കാത്ത സമയത്ത് കനത്ത മഴയങ്ങ് പെയ്യും. അതിനൊരു തുടർച്ചയുണ്ടാകില്ല, 1-2 ദിവസം നിന്നങ്ങ് പെയ്ത് കളയും. അപ്പൊ അതേപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ഇനി ഇതിന്റെ നേരെ റിവേഴ്സ് എന്ന് ചിന്തിക്കുക. ഇപ്പൊ നമ്മൾ എൽനിനോ മൂലം മഴ കുറയുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ. ഇതിന്റെ റിവേഴ്സ് ലാനിന എന്ന് പറഞ്ഞ് വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഇപ്പൊ പസഫിക്കില് ചൂട് കൂടിയത് കൊണ്ടാണല്ലോ ഈ പ്രശ്നം. നേരെ തിരിച്ച് പസഫിക്കില് ചൂട് കുറഞ്ഞ് തണുത്ത അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ നമുക്കിവിടെ മഴയോട് മഴയായിരിക്കും, മറുവശത്ത് ചൂടുമായിരിക്കും. ഒരു പക്ഷേ ഈ 2018 പ്രളയമൊക്കെ ആ സമയത്തുണ്ടായ പ്രശ്നമായിരിക്കണം. ഏതായാലും ഇത് ഒരു പ്രകൃതി പ്രതിഭാസമാണ്. കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള പല പല കാരണങ്ങൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആഗോളതാപനം, കാലാവസ്ഥാ പ്രതിഭാസം എന്തും ആയിക്കോട്ടെ. ഇത് ലാനിനോ അല്ലേ? ഇത് എൽനിനോ. എൽനിനോ എന്ന് പറഞ്ഞത് ചൂട് കൂടുതൽ മഴ കുറവ്. ലാനിന എന്ന് പറയുന്നത് മഴയോട് മഴ. രണ്ടാണേലും നമുക്ക് ദുരിതമാണ്. ഇത് നമുക്കറിയാമല്ലോ. നമ്മുടെ ഇപ്പൊ പ്രത്യേകിച്ച് കേരളത്തില് നമ്മൾ ജൂൺ ജൂലൈ മഴക്കാലം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു 3-4 വർഷത്തെ മഴയെ ആശ്രയിച്ചാണ് നമ്മുടെ കൃഷിയും അനുബന്ധ കാര്യങ്ങളും എല്ലാം നമ്മൾ നിശ്ചയിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോടുകൂടി നമ്മൾ ഇതിന്റെ ഈ കാലാവസ്ഥാ മാറ്റത്തിന്റെ എല്ലാവിധ കെടുതികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ശാസ്ത്രീയ കാരണങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്.